പ്രിയ സ്നേഹിതരെ, ഖേദകരമായൊരു സത്യം പറയട്ടെ. ഇന്നുള്ള സഭ ലോകവുമായി ഒരുപാട് അനുരഞ്ജനപ്പെട്ടിരിക്കുന്നു. ലോകത്തിനും സഭയ്ക്കുമിടയിൽ ഒരു അതിർത്തി രേഖ ദൈവം വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പതുക്കെ അത് മായ്ച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ അവയ്ക്കിടയിൽ വലിയ വേർതിരിവില്ലാതെ ആയിരിക്കുന്നു. ദ ചർച്ച് ഹാസ് ബിക്കം സോ വേൾഡ്ലി ദാറ്റ് യു കനോട്ട് ടെൽ ദ ഡിഫറൻസ് എനിമോർ. ലോകത്തിന് അനുരൂപരായവർക്ക് ഒരു പ്രത്യേക ജീവിതശൈലിയുണ്ട്. സഭയ്ക്കും അതിൻ്റേതായൊരു ശൈലി ഉണ്ടായിരുന്നു. ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് രൂപപ്പെട്ട ഒന്ന്, ഒരു സ്പിരിച്വൽ ഐഡൻറ്റിറ്റി. ലോകത്തിൻ്റെ ഭൗതിക കുത്തൊഴുക്കിൽ അത് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക. ലോകം വിലമതിക്കുന്ന പലതും ഇപ്പോൾ സഭയ്ക്ക് കൂടി പ്രധാനപ്പെട്ടതായിരിക്കുന്നു. അധികാരം ഒരു ലഹരിയായിരിക്കുന്നു. സമ്പത്തിനുള്ള ആഭിമുഖ്യം കൂടി വരുന്നു. മത്സരബുദ്ധി സ്ഥായീഭാവമായിരിക്കുന്നു. വെറുപ്പും വിരോധവും വാശിയും ഒഴിച്ചുകൂടാനാകാത്ത വികാരങ്ങളായി മാറിയിരിക്കുന്നു. പേരിനും പ്രശസ്തിക്കും വേണ്ടി ഉൾക്കടമായി ആഗ്രഹിക്കുന്നു. സുലോലുപതയും ആർഭാടങ്ങളും ഒരു അനിവാര്യതയായി മാറിയിരിക്കുന്നു. ഇതൊക്കെ ലോകത്തിൻ്റെ സ്വഭാവവിശേഷണങ്ങളായിരുന്നു. ഇപ്പോഴത് സഭയ്ക്ക് കൂടി ചേരുന്ന മനോഭാവങ്ങളായി മാറിയിരിക്കുന്നു. വെളിപാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങളൊന്ന് വായിച്ച് ധ്യാനിക്കണം. ലോകത്തോട് അനുരൂപരായി വീണുപോയ ഏഷ്യൻ മൈനറിലെ 7 സഭകളെക്കുറിച്ചോർത്തുള്ള ക്രിസ്തുവിൻ്റെ മൗനവേദനകളാണ് അതിൽ നിറയെ. ആ സഭകളുടെ അധമത്തിന് മുഖ്യമായും 2 അപരാധങ്ങളുണ്ട്: ഫോൾസ് ഡോക്ട്രിൻ, പിന്നെ ഇമൊറാലിറ്റി. വിശ്വാസസത്യങ്ങളിൽ അവർ വെള്ളം ചേർത്തു. അധാർമ്മിക പ്രവൃത്തികൾ വ്യാപൃതരായി. അതെ, ഈ 2 അപജയങ്ങൾ തന്നെയാണ് ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും സഭയുടെ ക്രെഡിബിലിറ്റിക്ക് മോശം വരുത്തിയിരിക്കുന്നത്. പണ്ട് നമ്മെ അലോസരപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സമഭാവനയോടെ നാം കാണാൻ പഠിച്ചിരിക്കുന്നു. സഭയിൽ ധാർമ്മിക ജീർണതയും ആത്മീയ മൂല്യശ്രുതിയും സംഭവിച്ചിരിക്കുന്നു. അതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ഇടുങ്ങിയ മനസ്സുള്ളവരെന്നും യാഥാസ്ഥിതികരെന്നും ബോറന്മാരെന്നും മുദ്രകുത്തിയിരിക്കുന്നു. പാപത്തോടുള്ള നിസ്സംഗതാ മനോഭാവം പെരുകുകയാണ്. പാപം ഇപ്പോൾ പാപമല്ലാതായിരിക്കുക. തിന്മയെ ലാഘവത്തോടെ കണ്ടു തുടങ്ങുമ്പോൾ നാം സ്വയം നാശത്തിലേക്കുള്ള പാതയിലൂടെ വളരെ ദൂരം മുന്നേറിയിരിക്കുന്നുവെന്നർത്ഥം. ലോകത്തിലായിരിക്കുമ്പോഴും ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മൾ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം ക്രിസ്തുവിൻ്റെ നാമം പേറുന്നവരാ. പേരിന് മാത്രമല്ല, ജീവിതത്തിലും അവനെ അനുകരിക്കേണ്ടവരാ. ക്രിസ്തുവിനെ അനുകരിക്കൂ എന്ന് വെച്ചാൽ അവൻ്റെ ശ്രേഷ്ഠത ഈ ലോകത്ത് പ്രകാശിപ്പിക്കത്തക്ക വിധത്തിൽ ജീവിക്കൂ എന്നതാ. അതിന് സാധിച്ചാൽ അവനറിയാത്തവർ പോലും അവൻ്റെ മഹത്വം തിരിച്ചറിയും. ദൈവപിതാവ് അപ്പോൾ നമ്മെ നോക്കി പറയും, ഇവർ എൻ്റെ പ്രിയപുത്രനത്. അപ്പോൾ മാത്രം നമ്മളിലൂടെ സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായി പരിണമിക്കും. ആമേൻ.